നാളെ രാവിലെ തന്നെ പെണ്ണ് കാണാൻ പോണെന്നും പറഞ്ഞ അച്ഛൻ കിടന്നത്. ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്താ ചെയ്യുക? നീ വരുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞിരുന്നു. കൊച്ചുകുറുപ്പിന്റെ ആവശ്യം എന്റെയും കൂടി ആവശ്യമാണ്. എടാ, എന്റെ ഇപ്പോഴത്തെ ആവശ്യം ഇത് മുടക്കാന്നുള്ളതാ. നിനക്കത് പറ്റുമല്ലയോ? പറ്റും. പറ്റില്ല, പറ്റില്ല. പെണ്ണ് കാണാൻ പോവാൻ ഞാനില്ല എന്ന് നീ എന്തർത്ഥത്തിലാ ഇവന്റെ വക്കാലത്ത് പിടിച്ച് പറയണത്? അതെ, എനിക്കറിയണം. ഒന്നും ഉണ്ടായിട്ടല്ല. കുറച്ചുകൂടി കഴിഞ്ഞിട്ട് മതി കല്യാണം എന്നാ ഇവൻ പറയണേ അല്ലേ? ഇന്ന് തന്നെ കെട്ടണമെന്ന് ഇവനോട് ഞാൻ പറഞ്ഞില്ലല്ലോ. പറഞ്ഞോടാ? ഇല്ല. ഇല്ലാന്ന്? നിനക്ക് വല്ല ചുറ്റിക്കളി ഉണ്ടോ? ഉണ്ടെങ്കിൽ പറ. നിന്നെ അങ്ങോട്ട് കൊന്നുകളയാന്ന് കരുതിയിട്ടാ. ആ മോനെ ഞാൻ അവരോട് വിളിച്ചു പറഞ്ഞതാ ഇന്ന് വരുമെന്ന്. ചെല്ലാതിരിക്കണത് മോശമല്ലേ? നീ വിഷമിക്കണ്ട. വേണമെങ്കിൽ ഇന്നത്തെ പോക്ക് ക്യാൻസൽ ചെയ്യാട്ടോ. അച്ഛൻ വിളിച്ച് പറഞ്ഞോളൂ ഇന്ന് വരില്ലാന്ന്. അല്ലേ അച്ഛാ? ഇല്ല കൊച്ചാ, അച്ഛനത് പറയില്ല. അതിനു വേണ്ടി രണ്ടും വാല് പൊക്കണ്ട. നോക്കി നിൽക്കാ ചെന്ന് വണ്ടിക്കാരണ. ആ ബാംഗ്ലൂരിൽ ചെന്ന് ചീത്ത കൂട്ടുകെട്ടൊക്കെ കൂടി ഇവനാകെ വഷളായിട്ടുണ്ട്. അല്ല അനിയൻകുട്ടി? കുറച്ച്. രുക്മണി, എന്താ ഒരുങ്ങിയില്ലേ? കഴിഞ്ഞു. ആ, എന്നാ വീട് പൂട്ടിക്കോ. ഞാനിവിടെ ഉണ്ടല്ലോ. ഇല്ല, നീ ഇവിടെ ഇല്ല. ഞങ്ങളുടെ കൂടെ പോരല്ലേ? അയ്യോ, വീട്ടിലാരും ഇല്ലെങ്കിൽ കള്ളന്മാര്. ഈ നാട്ടില് കള്ളന്മാരില്ല. അല്ല, ഞാനിപ്പോ എന്തിനാ നിങ്ങളുടെ കൂടെ വരണേ? ഇത് നല്ല കൂത്ത്. ഇവന്റെ കല്യാണം നടത്താൻ വേണ്ടിയല്ലേ നീ ബാംഗ്ലൂരിൽ നിന്ന് വന്നത്? എന്നിട്ട് പെണ്ണ് കാണാൻ നീ വരുന്നില്ലെന്ന് പറഞ്ഞ? ഞാൻ കണ്ടിട്ടുള്ളതാണല്ലോ. എവിടെ വെച്ച്? ഫോട്ടോയിലെ ഫോട്ടം ഞങ്ങളും കണ്ടിട്ടുള്ളതല്ലേ. നീ വാ. അത് പിന്നെ എനിക്ക് കുറച്ച് ഫോൺ ചെയ്യാനുണ്ട്. പോണ വഴിക്ക് ബൂത്തിൽ നിർത്തിത്തരാം. ആവശ്യം പോലെ വിളിച്ചോ. താമസിച്ചാലോ? 2-3 ദിവസം എടുക്കോ? എന്നാ നടക്കണ. ഞാനൊന്ന് ഡ്രസ് മാറിക്കോട്ടെ. എന്റെ ഈശ്വര, ആ പെണ്ണും അവളുടെ ആന്റി എന്നെ കണ്ട എല്ലാം തകരൂലോ. എന്താ, നീ ഇറങ്ങുന്നില്ലേ? ഇല്ല, ഞാനിവിടെ ഇരുന്നോളാം. ഇത് എന്ത് പറ്റി നിനക്ക്? പെണ്ണ് കാണിക്കാനും കെട്ടിക്കാനും പോണത് വിനയാ. എന്നിട്ട് ഇത്രയും വിമ്മട്ട് ഇവനല്ലല്ലോ. എനിക്കുണ്ട്. അത് പെണ്ണ് കണ്ടു കഴിയുമ്പോ മാറിക്കോളും. ഇങ്ങോട്ട് ഇറങ്ങിക്കേ. അയ്യോ, പാൻറ്റേറി. ഇനി വരാൻ പറ്റില്ല. കണ്ട, അത് ഞാൻ ശരിയാക്കി തരാം. ഇപ്പൊ പ്രശ്നം തീർന്നല്ലോ. തീർന്നു. എന്നാ വാ. ഒരു മിനിറ്റ്, ഞാനിന്ന് വിരൂപനായിക്കോട്ടെ. എനിക്ക് ഇവനേക്കാൾ ഇത്തിരി ഗ്ലാമർ കൂടുതലുണ്ടല്ലോ. അത് കുറയട്ടെ. അല്ലെ ഈ പെണ്ണ് എന്നെ മതി എന്ന് പറയും. ഇതെന്ത് കോല? ബാംഗ്ലൂർ ഫാഷനാ. കണ്ടിട്ട് പേടിയാവുന്നു. അച്ഛാ, അവരെത്തി. നോക്കിയിരിക്കുകയായിരുന്നു. വരണം. ആ, നമസ്കാരം കുറുപ്പേ. ആ, നമസ്കാരം. ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. ഇതെന്റെ മൂത്ത മോൻ പ്രതാപൻ, KFC മാനേജരാ. ഇത് മോള് ശാരദ, പെണ്ണിന്റെ അമ്മ. ഇത് രണ്ടാമത്തെ മോൻ, SI സെലക്ഷൻ കഴിഞ്ഞ് നിൽക്കുക. ഇനി ഞാൻ പരിചയപ്പെടുത്താം. ഇതെന്റെ ഒരേ ഒരു മകൻ ചെക്കൻ. ഇത് രുക്മണി, എന്റെ ഒരേ ഒരു ഭാര്യ. ഇതേതായി ഒരേ ഒരു വേഷം? ഇവന്റെ ഒരേ ഒരു കൂട്ടുകാരൻ. ഞാൻ ചെറുപ്പം മുതൽ ഇങ്ങനെ ജനിച്ചപ്പോഴേ ഉണ്ടായിരുന്നോ കൂളിംഗ് ഗ്ലാസ്? നീ എന്താ അസംബന്ധമായി പറയണേ? ആ പെണ്ണിന് വേറെ പ്രേമമുണ്ടെന്നോ? അതെ. എനിക്കിത് വിശ്വസിക്കാൻ പറ്റണില്ല. അതെ അച്ഛാ, ആ പെണ്ണ് എന്നോട് പറഞ്ഞതാ ഇതിന്ന് പിന്മാറണമെന്ന്. കഷ്ടം. അവളുടെ പരിങ്ങിലും മുഖഭാവമൊക്കെ കണ്ടപ്പോ തന്നെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു, എന്തോ ഒരു ചുറ്റിക്കളി ഉണ്ടെന്ന്. അത്തരത്തിലുള്ള ഒരു പെണ്ണിനെ കെട്ടേണ്ട ഗതികേട് ഈ കൊച്ചുറുപ്പിനുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. ആകെ നാണക്കേടായി. അല്ലെങ്കിൽ തന്നെ എല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് നമ്മുടെ മോക്ക് എന്തിനാ ഇങ്ങനെ ഒരു ബന്ധം? ജാതകം ചേർന്നപ്പോ പിന്നെ കൂടുതലൊന്നും അന്വേഷിക്കാൻ പോയില്ല. അതാ തെറ്റായത്. തറവാട്ടി പറഞ്ഞവരാണെന്ന് കരുതിയിട്ടാ ഞാൻ ഈ കല്യാണം ആലോചിച്ചേ. പക്ഷേ മറ്റൊരുത്തിയെ പ്രേമിച്ചുകൊണ്ട് നടക്കണവനെ എന്റെ കൊച്ചുമോളെ തലയിൽ കെട്ടിവെക്കാന്ന് വിചാരിച്ചെങ്കിൽ അയാൾക്ക് തെറ്റി. എന്തായാലും എനിക്ക് കാരണം വരെ ഒന്ന് നേരിൽ കാണണം. എന്നിട്ട് 10 വർത്തമാനം അയാളുടെ മുഖത്ത് നോക്കി ചോദിച്ചാലേ എനിക്ക് സമാധാനാവും. നാലു പേരോട് അഭിമാനത്തോടെ പറയത്തക്കവണ്ണം നല്ലൊരു തറവാട്ടി പിറന്നവനാ ഞാൻ. അതിനേക്കാൾ ഒരു പടി മുന്നിലാ ഞാൻ. എന്നിട്ടും താൻ തന്റെ മോനൊരു ലൈൻ ഉണ്ടെന്നുള്ള കാര്യം മറച്ചു വെച്ചു. ലൈനിന്റെ കാര്യം എന്റെ മോന്റെ തലയിൽ വെച്ച് കേട്ടാൻ നോക്കണോടുവാരുടെ ലൈൻ ഉള്ളത് നിങ്ങളുടെ കൊച്ചുമോൾക്കാ. ലൈൻ അടുപ്പിക്കാതെയോ ഞാൻ അവളെ വളർത്തിയത് കുറുപ്പേ. എന്നിട്ടാണോ പിന്മാറണമെന്ന് പറഞ്ഞ് നിങ്ങളുടെ കൊച്ചുമോൾ എന്റെ മോന്റെ കാല് പിടിച്ചത്? അത് തന്റെ മോൻ എന്റെ മോളോട് പറഞ്ഞതല്ലേ? മാറ്റി പറയുന്നത് തറവാടെടുത്തിട്ട് ചേർന്നതല്ല. ഈ ലൈൻ കഥ നിങ്ങളോട് പറഞ്ഞതാരാ? എന്റെ കൊച്ചുമോള്. നിങ്ങളോടോ? എന്റെ മോൻ.
ഇതിലെന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ. ഉണ്ട്, ഇപ്പൊ മനസ്സിലായി. ഇത് അവരുടെ അടവാ. അവരെ തമ്മിൽ സംസാരിപ്പിച്ചതാണ് കുഴപ്പമായത് അല്ലേ വാര്യേട്ടാ? കറക്റ്റ്. ഇപ്പൊ കല്യാണം വേണ്ട എന്ന് അവൻ എപ്പോഴും പറയായിരുന്നു. പഠിക്കണം, ഇനിയും പഠിക്കണം എന്ന് അവളും പറയായിരുന്നു. ഇനി നമ്മൾ അവരോടൊന്നും സംസാരിക്കുന്നില്ല. ഇല്ല. എന്നാ നമ്മൾ ഇതങ്ങോട്ട് ഉറപ്പിക്കുന്നു. ഓക്കെ. ഞാൻ പോയിക്കോട്ടെ. കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് പോവാടാ. ഞാൻ എന്തിനാ ഇവിടെ വന്നത്? നിന്റെ കല്യാണം മുടക്കാൻ. അത് മുടക്കി, എന്റെ ജോലിയും തീർന്നു. ഇനി ഞാനിവിടെ നിന്നിട്ട് എന്താ കാര്യം? വീട്ടിൽ ചെന്ന് ഡാഡിയും മമ്മിയും ഒന്ന് വിളിക്കണം. ഞാൻ കല്യാണം കഴിക്കാൻ തീരുമാനിച്ച വിവരം അവരെ അറിയിക്കണം. പറ്റുമെങ്കിൽ അവരെ വരുത്തണം. എന്റെ പപ്പയെ കൊണ്ടേ കാണിക്കണം. എന്ത് റിസ്ക് എടുത്തിട്ടാണെങ്കിലും അവളെ കൊണ്ട് സമ്മതിപ്പിക്കണം. 100 കാര്യങ്ങളടാ. അച്ഛൻ വന്നിട്ട് പോവാടാ. അതിന് നിന്റെ അച്ഛൻ അവരെ തല്ലാൻ പോയിരിക്കല്ലേ? തല്ലി പിരിഞ്ഞൊക്കെ വരുമ്പോ നേരം വൈകും. നീ അമ്മയെ വിളിക്കും, ഞാൻ യാത്ര പറയണ്ട. അച്ഛൻ വന്നു. അല്ല, നീ പോവാണോ? അതെ. അപ്പുവിന്റെ കല്യാണം കൂടാൻ നിൽക്കണില്ലേ? അതൊക്കെ വൈകില്ലേ? ഇനി ഒരാളെ കണ്ടുപിടിച്ച് ആലോചിച്ച് ഉറപ്പിച്ചൊക്കെ വരുമ്പോഴേക്കും ഞാൻ ഇങ്ങോട്ട് വരാം. ഇനി എന്ത് താമസം? എല്ലാം ഉറപ്പിച്ച് കഴിഞ്ഞില്ലേ? ആരുമായിട്ട്? ഇന്നലെ എന്റെ പൊന്നുമോ മുടക്കിയില്ലേ? ആ കല്യാണം തന്നെ. അച്ഛാ, അപ്പൊ ആ കുട്ടിയുടെ മറ്റേ പ്രേമം? ഒന്നും പറയണ്ട, എനിക്കെല്ലാം മനസ്സിലായി. രണ്ടുപേരും ഒന്നറിഞ്ഞാ മതി, കേട്ടുടനെ ഉണ്ടാവും. ഞാൻ പോണില്ല. ഉറപ്പിച്ച സ്ഥിതിക്ക് ഇനി പോയിട്ട് എന്താ കാര്യം? ഈടെ ഞെട്ടിക്കുന്ന സ്വപ്നങ്ങളാ കാണുന്നത്. ഞാനും എന്റെ കെട്ട് കഴിഞ്ഞു വരെ കണ്ടു. കല്യാണം മുടക്കാൻ ഓരോ നമ്പർ കാണിച്ച് കാണിച്ച് കല്യാണം നേരത്തെ. ഇനിയിപ്പോ എന്ത് ചെയ്യടാ? ദൈവം എന്ന് പറഞ്ഞ ഒരാൾ മുകളിൽ ഇരിപ്പണ്ടല്ല, എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരാതിരിക്കില്ല. എനിക്ക് ഒന്ന് ഫോൺ ചെയ്യണം. എടാ ചേട്ടാ, ഒരു അത്യാവശ്യം ഒന്ന് വിളിച്ചോട്ടെ. അല്ല, അത് പിന്നെ എത്രയാണ്? 48-50. എന്താശാന ഇതെല്ലാം നടക്കോ? റിങ് ചെയ്യുന്നുണ്ട്, എടുക്കുന്നില്ല. റിങ് ചെയ്താൽ എടുക്കുന്ന നമ്പറായിട്ടേ ദേ ഇവിടെ ഒത്തിരി പേരുണ്ട്. ഒന്നുകൂടെ. കിട്ടുന്നില്ല. അതിന് വിളിച്ച സ്ഥലത്ത് ഫോൺ വേണം. ഫോൺ എടുക്കുന്നില്ല. എനിക്കൊന്ന് ഫോൺ ചെയ്യണം. ഹലോ. ഹലോ, അനിയൻകുട്ടി ഉണ്ടോ? റോങ് നമ്പർ. റോങ് നമ്പർ ആണെന്ന് പറഞ്ഞല്ലേ? താനെന്തിനാ ചൂടാവണേ? ഓ, അനിയൻകുട്ടി ആയിരുന്നോ? എന്റെ പൊന്ന് അനിയൻകുട്ടി, ആ പെണ്ണ് എനിക്ക് സ്വൈരം തരുന്നില്ല. 24 മണിക്കൂറിനുള്ളിൽ 240 തവണ ഫോൺ ചെയ്യും. അവളും അടുത്ത് പിന്മാറിയില്ലല്ലേ? എവിടെ? ആ, നിന്റെ ഡാഡി വിളിച്ചിരുന്നു. ഞാൻ നിന്റെ ഈ ലവിന്റെ കാര്യം പറഞ്ഞു. നിന്റെ ഡാഡി സമ്മതിച്ചു. ഉടനെ അവര് വരാന്ന്. എന്ത് കാര്യത്തിന്? അവര് വരുമ്പോഴേക്കും പെണ്ണ് വല്ലോന്റെ ഭാര്യയെ കഴിഞ്ഞിരിക്കും. നീ ആ കല്യാണം ഇതുവരെ മുടക്കിയില്ലേ? മുടക്കാൻ വെച്ച പാരം ഉറപ്പിൽ കലാശിച്ചു. ആ. ഉടനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ പപ്പി എനിക്ക് നഷ്ടപ്പെടും. അവൾ ഇതുവരെ അവനെ തിരിച്ചറിഞ്ഞിട്ടില്ലല്ലോ. ഇല്ല. എങ്കിലൊരു കാര്യം ചെയ്, നീയാണ് ഫോൺ ചെയ്യാറുള്ള അനിയൻകുട്ടി എന്നും പറഞ്ഞ് ഒന്ന് നേരിൽ കാണും. സംഗതി പൊളിഞ്ഞ പിന്നെ രണ്ടാലൊന്നും ആലോചിക്കണ്ട. എന്ത് കഠിന പ്രവൃത്തി ചെയ്തിട്ടാണേലും രണ്ടിനെയും തമ്മിൽ പിരിക്കണം. ചെയ്യായിരുന്നു. പക്ഷെ കൊച്ചൂർപ്പിനെ ഓർക്കുമ്പോ അതിനേക്കാൾ ഏറെയല്ലേ നിനക്ക് നിന്റെ പപ്പയോടുള്ള സ്നേഹം. ആ സ്നേഹത്തിന് മുന്നിൽ നീ കാണിക്കുന്നതെന്തും ദൈവം പോലും ക്ഷമിക്കും.